ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് പേര് കോമൺ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉള്ളത് സാറ. വെൽക്കം സാറ. ഓക്കെ, ആസ്ക് മീ സാറ. சொல்லுங்க செம்மன், துபாயில் எந்தெந்த நேஷனாலிட்டிலாம் இன்வெஸ்ட் பண்ணலான்னு? ദുബായിലെ നാഷണാലിറ്റി ഒരു വിഷയമല്ല. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 160ഓളം രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ പ്രോപ്പർട്ടീസ് മേടിക്കുന്നുണ്ട്. അപ്പോൾ നാഷണാലിറ്റി ഒരു വിഷയമല്ല. ஓகே, ஸோ அந்த மாதிரி நமக்கு இன்வெஸ்ட் பண்ணணும்னா என்னென்ன டாக்குமெண்ட்ஸ் தேவைப்படும்? ഡോക്യുമെന്റ്സ് വളരെ സിമ്പിൾ ആണ്. നമുക്കിവിടെ ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് വേണം, പിന്നെ ഒരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ അഡ്രസ്സ്, പിന്നെ കയ്യിൽ പൈസ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി വളരെ ഈസി ആയിട്ട് മേടിക്കാം. ஸோ இப்போ நம்ம வாங்குற ப்ராப்பர்ட்டிஸ்லாம் லீஸ் ஹோல்டா ஃப்ரீ ஹோல்டா, அதோட டிஃப்ரென்ஸ் சொல்லுங்கள். ലീസ് ഹോൾഡ് ആൻഡ് ഫ്രീ ഹോൾഡ് രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് ദുബായിലുള്ളത്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്, ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ. ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 വർഷത്തേക്കാണ് നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടുന്നത്. ഇനി ഫ്രീ ഹോൾഡ് നോക്കുകയാണെങ്കിൽ ഫ്രീ ഹോൾഡ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം 100% ഫ്രീ ഹോൾഡ് ആണ്. നിങ്ങൾക്ക് അടുത്ത ജനറേഷനും കൈമാറി പോകാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്രീ ഹോൾഡ്. നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെ നമ്മളൊരു പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റും. ஸோ இப்போ எனக்கு ஒரு ப்ராப்பர்ட்டி பிடிச்சிருந்துச்சுன்னா நான் துபாய்க்கு வந்து தான் வாங்கணுமா? അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ വേൾഡിലാണ് ഉള്ളത്. അത് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് പ്രോപ്പർട്ടി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിപ്പോൾ സൈനിങ് മുതൽ പേയ്മെൻറ്റ് എല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. ஓகே, ஸோ என்ன மாதிரி பேமெண்ட் மெத்தட்லாம் அக்செப்ட் பண்ணுவீங்க? പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ ക്രിപ്റ്റോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷിലാണെങ്കിലും പറ്റും. ക്യാഷ് ആകുമ്പോൾ നമുക്ക് അതിന് ലിമിറ്റഡ് എമൗണ്ട്സ് മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ஸோ நமக்கு மார்கேஜ்லாம் கிடைக்குமா, இல்லை அது வெறும் துபாயில் இருக்கவங்களுக்கு மட்டும்தானா? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ദുബായിലുള്ളവർക്കും കിട്ടും, നോൺ റെസിഡൻസ് ആയിട്ടുള്ളവർക്കും ഇവിടെ മോർഗേജ് കിട്ടും. പക്ഷേ ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് 50 to 60% വരെ നമുക്ക് ഇവിടെ മോർഗേജ് അവൈലബിൾ ആവും. പക്ഷേ ആ ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി കുറച്ച് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു 50% എങ്കിലും മിനിമം ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിക്ക് മോർഗേജ് കിട്ടുള്ളൂ. ஸோ நம்ம கஷ்டப்பட்டு சம்பாதிக்கிற மணியை இங்கே இன்வெஸ்ட் பண்ணுறோம், அது எந்த அளவுக்கு சேஃப்? ദുബായിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദുബായിലുള്ള നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 100% സേഫ് ആണ്. കാരണം ദുബായിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും പോകുന്നത് ഒരു ഡെവലപ്പറുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു റിയൽറ്ററുടെ അക്കൗണ്ടിലേക്കോ അല്ല. നമ്മളത് പോകുന്നത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു എസ്ക്രൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഡെവലപ്പർ എത്രത്തോളം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു സർട്ടൻ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഈ എസ്ക്രൂ അക്കൗണ്ടിൽ നിന്ന് പൈസ അവർക്ക് റിലീസ് ആവുന്നത്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. ஸோ நம்ம ப்ராப்பர்ட்டி மூலியமாக ஏர்ன் பண்ணுறதுலேருந்து கவர்மெண்ட்க்கு ஏதாவது பே பண்ணணுமா, லைக் ടാക്സസ്? ഇല്ല, ദുബായിയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ 0% ടാക്സ് ആണ് ദുബായിലുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റ് രാജ്യങ്ങളിലുള്ള പോലെ ഇൻകം ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇങ്ങനത്തെ ഒന്നുമില്ല. നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് റിട്ടേൺസും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് തവിർത്ത് നമുക്ക് വേറെ ഏതാ ബെനിഫിറ്റ്സ് എടുക്കാം? നമുക്ക് ഇവിടെ വിസ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ഗോൾഡൻ വിസ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ വിസ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണോ എമൗണ്ട് ഇതിനനുസരിച്ചിട്ടാണ് ഈ വിസയുടെ എലിജിബിലിറ്റി വരുന്നത്. സോ ഇതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇതിൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ അതിനുള്ള മറുപടി എല്ലാം തരാം.